അപ്പം അതൊരു സാധനം ഇല്ലാത്ത നേരത്താണ് മക്കൾ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അമ്മയ്ക്ക് തന്നത്, സഹായിക്കുന്നത്. അപ്പം അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും സാധനങ്ങൾ ഇപ്പോൾ ഒന്നുമില്ലാത്ത നേരത്താണ് മോനും ഓരോ മക്കൾ ഇത് കൊണ്ടുവന്ന് തന്നത്. ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അമ്മയ്ക്കൊരു വീടാണ് വേണ്ടത്. വീട് വേണം, പിന്നെ വാടക കൊടുക്കാൻ ഇല്ല എന്തെങ്കിലും സഹായം പിന്നെ വരുന്നതിന് വേണ്ടിയിട്ട്. സഞ്ജു ഇങ്ങനെയാണോ? സഞ്ജു അമ്മ ഇങ്ങനെ ഇവനിങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. പിന്നെ അത് ഇവിടെ ഈ ചുമരൊക്കെ പൊട്ടിക്കുക, ചുമരെല്ലാം പൊട്ടിച്ച് അവൻ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചുമര് കഴിച്ചതാണോ? അതെ, പൊട്ടിച്ച് കഴിക്കും ചുമരൊക്കെ. ഇതൊക്കെ പൊളിച്ചതവനാ. പിന്നെ മോന് വരുന്നുണ്ട്, എന്താണ് ഫിക്സിന്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അവന് 2 ദിവസം കഴിഞ്ഞ ഫിക്സ് വരും. ഇത് മോളുടെ പേരെന്താ? സോണിയ. സോണിയ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിടു മീഡിയ കണ്ണനാണ്. ഞാനിപ്പോൾ ഉള്ളത് കരുവന്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്കൊക്കെ മക്കളുണ്ട്. നമ്മുടെയൊക്കെ മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളവരെ ശാസിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. അതുപോലെ തന്നെ ശാസിച്ചാലോ വഴക്ക് പറഞ്ഞാലോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ മനസ്സിലാവാത്ത 2 കുട്ടികൾക്കൊപ്പം, അതായത് ഓട്ടിസം ബാധിച്ച 2 മക്കൾക്കൊപ്പം ഹൃദ്രോഗിയായിട്ടുള്ള ഭർത്താവ് മരണപ്പെട്ട രശ്മിയമ്മയുടെയും മക്കളുടെയും ദുരിത ജീവിതമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ക്യാമറയിലൂടെ കാണിക്കുന്നത്. കൂട്ടുകാരെ, ഇവിടുത്തെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാര്യം നിങ്ങൾ തന്നെ ഈ വീഡിയോ കാണുക. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അപ്പോൾ നമുക്ക് കാണാം രശ്മിയമ്മയുടെയും മക്കളുടെയും ദുരിത ജീവിതം. എന്നാ മൊബൈൽ പിടിച്ചോ സഞ്ജു, പിടിച്ചോ മൊബൈൽ പിടിച്ചോ. ഇന്നാ സഞ്ജു മൊബൈൽ പിടിച്ചോ. സഞ്ജു എന്നാ പാട്ട് കേട്ടോ. ഇന്ന് സ്കൂളിൽ പോയില്ലായിരുന്നോ? എന്താ സ്കൂളിൽ പോഞ്ഞേ? ഇന്ന് സ്കൂളിൽ എന്താ പോവാഞ്ഞേ? ആണോ? ലക്ഷ്മിയമ്മേ, എന്താണ് അമ്മയുടെ അവസ്ഥ? ഞാനും മക്കളും മാത്രമുള്ള ഒരു കുടുംബമാണ് ഇവിടെ. ഭർത്താവ് മരിച്ചിട്ട് 9 വർഷം കഴിഞ്ഞു. പിന്നെ എന്നെ സഹായിക്കാൻ ആരുമില്ല. ആങ്ങളെയാണെങ്കിൽ പോളിയോ വന്ന ആളാണ്, അവർക്ക് തന്നെ ജീവിക്കാൻ പാകില്ല. പിന്നെ അടുത്തുള്ളൊരു സഹായിക്കേണ്ട കടക്കാര് ഒക്കെ എല്ലാവരും സഹായം കൊണ്ട് പോകണം. പെൻഷൻ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പോൾ പെൻഷനും 3-4 മാസമൊക്കെ ആയിട്ട് കിട്ടുന്ന കാരണം കൊണ്ട് 1 മാസത്തെ പെൻഷൻ എനിക്ക് വാടക കൊടുക്കാനും പറ്റില്ല. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ വാടകയിൽ വാടക കൊടുത്തിട്ട് 6 മാസമായി. പിന്നെ കുറേ കടങ്ങളുണ്ട് എനിക്ക്. ഇപ്പോൾ ഭർത്താവ് മരിച്ചതിന് ശേഷം പിന്നെ വരുമാനില്ല. ഞാൻ മക്കൾക്ക് രണ്ട് പേർക്കും ഓട്ടിസം അല്ലേ? 2 പേർക്ക് ഓട്ടിസം. 60%. മോന്റെ പേര് സഞ്ജയ്. സഞ്ജയ്. സോണിയ ഇടുവാ. ഇത് മോളാണോ? ഇത് മോളാണ്. മോളുടെ പേരെന്താ? സോണിയ. സോണിയ. ഇത് മോനാണ് സഞ്ജു. സഞ്ജു സഞ്ജു നോക്കുന്നില്ല. ഇവന് ഭയങ്കര വാശിയാണ്. ഇവനെ നല്ലോണം ഞങ്ങളെ ഉപദ്രവിക്കും. എന്നാലും കുഴപ്പമില്ല, അവന് പാട്ട് കേട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അമ്മയ്ക്ക് ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഭക്ഷണം റേഷന് കിട്ടുന്ന കാരണമുണ്ട്. അരിയൊക്കെ ഒക്കെ ഉണ്ട്. പിന്നെ പച്ചക്കറി സാധനങ്ങൾക്ക് നമുക്ക് ഇല്ലാണ്ടാവുമ്പോ അങ്ങനെ കടക്കാര് തരും. പിന്നെ എനിക്ക് പെൻഷൻ കിട്ടുമ്പോ ഞാൻ അവർക്ക് കൊടുക്കും. പിന്നെ റേഷനാണ് പ്രധാനമായിട്ടും. റേഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. ഇനി വീടിന്റെ വാടക ഞാൻ ആദ്യം പെൻഷൻ കിട്ടുമ്പോ കൊടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് 6 മാസമായിട്ട് കൊടുക്കാൻ പറ്റില്ല. പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ ഒന്നിച്ചല്ലേ വരുന്നത്? എന്നിട്ട് 1 മാസത്തേന്. പക്ഷെ അവരോട് പറഞ്ഞു നിർത്തിയിരിക്കാൻ എന്നെ അറിയാം. അതുകൊണ്ട് എന്റെ വിഷമം അറിയുന്നതുകൊണ്ട് അവര് ചോദിക്കുന്നില്ല. അവര് അറിയുമ്പോഴേക്കും മരുന്നിനൊക്കെ തരും. എനിക്ക് സ്ഥിരം മരുന്ന് വേണം. ഞാൻ ഹാർട്ട് പേഷ്യന്റ് കൂടിയാണ്. പിന്നെ മോന് ഫിക്സ് വരുന്നുണ്ട്. അപ്പൊ അവന് സ്ഥിരം മരുന്ന് വേണം. അപ്പൊ എനിക്ക് വീടില്ല, വീട് വേണം. പിന്നെ വാടക കൊടുക്കാൻ ഇല്ല എന്തെങ്കിലും സഹായം പിന്നെ മരുന്നിന് വേണ്ടിയിട്ട്. സഞ്ജു ഇങ്ങനെയാണോ? സഞ്ജു അമ്മ ഇവനിങ്ങനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. പിന്നെ അത് ഇവിടെ ഈ ചുമരൊക്കെ പൊട്ടിക്കുക,
ഈ ചുമരെല്ലാം പൊട്ടിച്ച് അവൻ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചുമരി കഴിച്ചതാണോ? അതെ, പൊട്ടിച്ച് കഴിക്കും ചുമരൊക്കെ. അപ്പൊ ഇവരുടെ അടുത്ത് തന്നെ അമ്മ എപ്പോഴും വേണമല്ലേ? സഞ്ജുവിന്റെ കുഴപ്പമില്ല. പിന്നെ വീട്ടിൽ വന്നാലല്ലേ മോളെ ഉപദ്രവിക്കും, നന്നായി ഞങ്ങളെ ഉപദ്രവിക്കും. അമ്മ ഇപ്പൊ അടുത്തെപ്പോഴും നോക്കി ആളെ നോക്കണം അല്ലേ? നോക്കി തന്നെ ഇരിക്കണം അല്ലേ? അതെ അതെ. പിന്നെ മോന് വരുന്നുണ്ട്, എന്താണ് ഫിക്സിന്റെ മരുന്ന് കഴിച്ചില്ലെങ്കിൽ അവന് 2 ദിവസം കഴിഞ്ഞ ഫിക്സ് വരും. പിന്നെ ഗവൺമെന്റിന്റെ ഒരു മരുന്ന് തന്നു. അപ്പൊ അത് LIT ഹോസ്പിറ്റലിൽ മോനെ കാണിക്കുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് കൊടുക്കണ്ടെന്ന്. അത് അവർക്ക് പറ്റുന്നില്ല. അത് കഴിച്ചിട്ട് അവന് ഫിക്സ് വന്നിരുന്നു. അപ്പൊ ഈ മരുന്നോളം നമ്മള് സ്ഥിരം മേടിക്കണം. ഇപ്പൊ ഒരു മരുന്ന് മാറ്റി ഒരു തന്നിട്ടുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ കൊടുക്കാന്ന് പറഞ്ഞു. ഞാനത് ആലോചിച്ചതാ, ഇനി മുന്നോട്ട് ജീവിക്കാൻ വയ്യ, ഞങ്ങൾ വല്ല ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. ഞാൻ നാളെ വിളിച്ച് പറഞ്ഞു ഞാൻ ഒരു ചേച്ചിയോട്. എന്നുവെച്ചാല് 1.5 ലക്ഷത്തിൻ്റെ ഒരു സ്വർണ്ണം മറ്റുള്ളവരെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് ലേലത്തിൽ പോവാറായി. ഇവർ കുടുംബം 2 മക്കളുണ്ട്, ചേച്ചിയുണ്ട്. അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിച്ചുപോയി. അവർ ബോംബെയിൽ നിന്ന് വന്ന തൊട്ട് ഞാൻ അറിയുന്നതാണ്, ഇവിടെയുള്ളതാണ്. അവർക്ക് വീടില്ല, അത്യാവശ്യം മരുന്ന് വാങ്ങിക്കാനുള്ള ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കുന്നു. ഈ ചേച്ചിയുടെ 2 മക്കളുടെ ഓട്ടിസം ബാധിച്ചിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. കുറേ വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഇവർക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്ത് വീട് ശരിയാക്കി വീടും സ്ഥലവും സഹായിക്കുകയാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എൻ്റെ പേര് അബ്ദുൽ ലത്തീഫ്. ഈ അമ്മയ്ക്ക് 2 മക്കൾ സുഖമില്ലാത്തവരുണ്ട്. 2 മക്കളും സുഖമില്ലാത്തവെന്ന് പറഞ്ഞാൽ അവർക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലുള്ളത്. ഒരു സ്വന്തമായൊരു വീടും ഇല്ല, മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. ആരെങ്കിലും സ്ഥലം കൊടുക്കാൻ സൗകര്യപ്പെട്ടവരുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ വീട് വയ്ക്കാൻ സൗകര്യപ്പെട്ടവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. അവർക്ക് നല്ലൊരു ഉപകാരമായി കിട്ടും. എൻ്റെ പേര് സെൽവനാണ്. ഞാൻ ഇവിടെ കരിവന്തൽ വന്നിട്ട് 43 കൊല്ലങ്ങൾ മേലായിട്ടുണ്ട്. നമ്മൾ പൂ കച്ചവടം ചെയ്യണം. പക്ഷേ ഇവരെ കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവർ വയ്യാത്ത കുട്ടികൾ വെച്ചിട്ട് ഇവിടെ താമസിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അവർക്കുള്ള സൗകര്യങ്ങൾ എന്താ വെച്ചാൽ വീടോ എന്താ ചെയ്യാൻ വെച്ചാൽ അതിനെ ചെയ്ത് കൊടുത്താൽ വളരെ. എൻ്റെ പേര് പ്രിയദർശൻ. ഞാനിവിടെ ടൈലറാണ്. കുറേ കാലമായിട്ടുള്ള ഇവരറിയണതാണ്. ഈ അവസ്ഥ തന്നെ, ഈ പറഞ്ഞ അവസ്ഥ വളരെ സങ്കടപ്പെടുന്ന സംഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും കൂടി അത് ചെയ്തു കൊടുക്കുന്നത് വളരെ ഉപകാരം തന്നെ. എൻ്റെ പേര് കൗസല്യ. ഞാൻ ഇവിടെ അടുത്ത അയൽവാസിയാണ്. വിറ്റങ്ങളെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഞാൻ പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. ആരുമില്ല സംരക്ഷിക്കാൻ. ഈ 2 അറിവില്ലാത്ത മക്കളെ ഇട്ടിട്ട് അവള് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ആരായാലും ദയാവ് വിചാരിച്ചിട്ടുള്ളൂ ഒരു വീടും അവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗമല്ല, നല്ല മനസ്സോടെ കൂടി അവർക്ക് കിട്ടണമെന്നുണ്ട്. അതിന് ദൈവത്തിനോട് ഞാൻ അപേക്ഷിക്കണം. വിറ്റങ്ങളെ കാര്യം ആലോചിച്ചിട്ട് കരയാറുണ്ട് ഞാൻ മോളെ ചില നേരത്തെ അവസ്ഥ കാണുമ്പോൾ. എന്നാലും വന്ന് എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കും. വീണ് കെടുക്കുമ്പോൾ ഒരു ദിവസം 2 മണിക്കാണ് ഇയാൾ നെഞ്ചുവേന വന്നിട്ട് ഒരാളില്ലാണ്ട് ഞാൻ ഒറ്റക്കാണ് കൊണ്ടുപോയത്. രണ്ടാമത്തെ ആസ്പത്രിയിൽ കൊണ്ടുപോയിട്ട് പിറ്റന്നാണ് ഞാൻ കൊണ്ടുവന്നത്. ആരും ഉണ്ടായിരുന്നില്ല. ഈ ഇട്ട വസ്ത്രത്തെ ഒരു ഉടുപ്പിട്ടിട്ട് അതും കൊണ്ടുപോയിട്ട് ഇയാളെ കൊണ്ടുവന്നത്. ഇയാൾ അങ്ങടെ ആംബുലൻസിൽ പോയി. ഞാൻ ഒറ്റയ്ക്ക് പോയാലും വിഷമ. വിറ്റിങ്ങൾക്ക് ബോധമില്ലാണ്ട് ഞാൻ ഇവിടുന്ന് എടുത്ത് ചാടും. അമ്മനെ കണ്ടില്ല എന്ന് എവിടെ നിൽക്കും ഞാൻ? അത്ര വിഷമത്തില്ല. ആൾക്കാർ ആരും ഇല്ല ഇവിടെ സഹായിക്കാനായിട്ട്. അത് ഭക്ഷണത്തിനൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പേര് മണിന്ന്. ഇവിടെ അടുത്തുള്ള അപ്പുറത്തെ വീട്ടിലാണ് താമസമൊക്കെ. ഉണ്ണികളായിട്ട് ഇങ്ങനെ ആൻറ്റിയുടെ ജീവിതമൊക്കെ ഭയങ്കര കഷ്ടമാണ്. അവരൊക്കെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. ചെപ്പൻ വീര്യ വെങ്കടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്. എൻ്റെ വാർഡിലാണ് ഇപ്പോൾ ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് രശ്മേച്ചി. അവർക്ക് 2 മക്കളാണുള്ളത്. ഭർത്താവ് മരണപ്പെട്ടു. 2 പേരും സുഖമില്ലാത്ത കുട്ടികളാണ്. അവരിപ്പോൾ സ്നേഹാരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു വരുമാന മാർഗങ്ങളൊന്നും തന്നെ അവർക്കില്ല. അപ്പം മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലവുമില്ല, വീടുമില്ല. ഒരാൾക്ക് ജോലിക്ക് പോകാൻ പോലും പറ്റില്ല. കാരണം ഈ കുട്ടികളെ നോക്കാൻ മറ്റുള്ള ഒരാൾക്കും പറ്റാവുന്നതല്ല. അമ്മേതേ, ഇത് കുറച്ച് പൈസയാണ് കേട്ടോ. ഇതപ്പോൾ അമ്മയ്ക്ക് ഒരു വലിയൊരു എമൗണ്ട് അല്ല കേട്ടോ, ചെറിയൊരു എമൗണ്ട് അമ്മയ്ക്ക് ഞങ്ങൾ തരുന്നതാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ
രശ്മിയമ്മയുടെ അവസ്ഥ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ. അപ്പോൾ രശ്മിയമ്മയ്ക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, രശ്മിയമ്മ താമസിക്കുന്ന ഈ ഒരു ഏരിയയിൽ ആരെങ്കിലും ഒരു സ്ഥലമോ ഒരു വീടോ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ, ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഒരു മനസ്സുള്ള ആൾ, തീർച്ചയായിട്ടും രശ്മിയമ്മയ്ക്ക് ഒരു ചെറിയ സ്ഥലവും ഒരു വീടും വെച്ച് കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കണം നമ്മുടെ രശ്മിയമ്മ. അമ്മയുടെ നമ്പർ ഞാനിവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അമ്മയ്ക്കൊരു വീട്, ഈ അമ്മയുടെ വീടെന്നുള്ളൊരു സ്വപ്നം 2 മക്കൾക്ക് വേണ്ടി, ഓട്ടിസം വന്ന 2 മക്കളാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ അമ്മയ്ക്ക് ഈ വീഡിയോ കാണുന്ന ആരാ എന്താണെന്നും അറിയില്ല, ആരെയും അമ്മയ്ക്കൊരു വീടും സ്ഥലവും മേടിച്ചു തരാൻ താല്പര്യമുള്ള ആരെങ്കിലും വരും, അമ്മ വിളിക്കും കേട്ടോ. ശരി, അമ്മയ്ക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ. ഒരുപാട് സന്തോഷം. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കണേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി.